السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا. يقولون بألسنتهم ما ليس في قلوبهم. قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള വിവരണത്തിനിടയിൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസുകളിലൂടെ വിവരിക്കപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം ഏറെ പ്രകടമാവുകയും നമുക്ക് അവിടുത്തെ മഹത്വത്തെ കൂടുതൽ മനസ്സിലാക്കി തരുകയും ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഖൈബർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം. മുസ്ലിം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന ഒരു സംഭവമാണ് ഖൈബർ യുദ്ധത്തിലൂടെ സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ. ധാരാളക്കണക്കിന് കോട്ടകളും അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഫലഭൂയിഷ്ടമായ മണ്ണ് നിറഞ്ഞു കിടന്ന ഒരു പട്ടണമായിരുന്നു ഖൈബർ എന്ന് പറയുന്ന പ്രദേശം. ജൂതന്മാരുടെ ആവാസ കേന്ദ്രമായിരുന്നു ഖൈബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ കരാർ എഴുതിയതിന്റെ ശേഷം മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത രൂപത്തിലുള്ള ഭീഷണികൾ നിലനിന്നിരുന്ന ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രയാസങ്ങൾക്കും അറുതിയായി എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഭീഷണി നിലനിൽക്കുന്ന പ്രബലമായ കേന്ദ്രം ഖൈബറിലെ ജൂതന്മാര് താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോട് കടുത്ത ശത്രുതയും വഞ്ചനയും കുതന്ത്രവും കരാർ ലംഘനവുമൊക്കെയായി കഴിച്ചുകൂട്ടിയിരുന്ന യഹൂദികൾ, ജൂതന്മാർ വളരെയേറെ പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നേരെ അഴിച്ചുവിടാറ് പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മദീനയിലേക്ക് ആക്രമണത്തിനായി പുറപ്പെടുന്നതിന്റെ മുമ്പായി തന്നെ അവരുടെ താവളമായ ഖൈബറിലേക്ക് കയറിച്ചെന്ന് അവിടെ അറ്റാക്ക് ചെയ്യുവാനും ആക്രമണം നടത്തുവാനും അങ്ങനെ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള അവരുടെ പകയുടെ മുനയൊടിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ഖൈബറിലേക്ക് പോകാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കി, ഹുദൈബിയ കരാർ എഴുതി കഴിഞ്ഞതിന്റെ ശേഷം മദീനയിൽ എത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അടുത്ത ഭീഷണിയുള്ള കേന്ദ്രമായ ഖൈബർ, ആ ഖൈബറിൽ ജൂതന്മാരുടെ ആവാസ കേന്ദ്രമാണ്, നാം പഠിച്ചു മനസ്സിലാക്കി വെക്കണം. ആ കേന്ദ്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന നിലക്ക്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി പറയുകയാണ്. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ പടപ്പുറപ്പാടുണ്ടായിട്ടുള്ളത്. കൂടെ പുറപ്പെടാൻ ഹുദൈബിയ കരാറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കാൻ വേണ്ടിയാണല്ലോ പോയത്. അതിനിടക്കാണല്ലോ ഹുദൈബിയയിൽ തടയപ്പെട്ടതും അവിടെ വെച്ച് കരാർ എഴുതേണ്ടി വന്നതും. അപ്പൊ ഉംറ നിർവഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തപ്പോൾ ആ യാത്രയിൽ മക്കയിലേക്ക് പുറപ്പെടാൻ കുറെ ആളുകളൊക്കെ വിസമ്മതിച്ചിരുന്നു. കുറെ ആളുകളൊക്കെ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പോകാൻ ചില കാരണങ്ങൾ മെനഞ്ഞുണ്ടാക്കി പോകാതെ അവർ മദീനയിൽ തന്നെ കഴിച്ചുകൂട്ടിയിരുന്നു എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുകയാണ്. ആരായിരുന്നു അവർ? സത്യവിശ്വാസം ഹൃദയത്തിലേക്ക് വേണ്ട രൂപത്തിൽ കടന്നു ചെന്നിട്ടില്ലാത്ത അത്തരത്തിലുള്ള അഅറാബികൾ, ഉൾനാട്ടുകാരായ ആളുകളായിരുന്നു അഅറാബുകൾ എന്ന് അവരെയാണ് അറിയപ്പെടുന്നത്. ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള അറബികൾ. അവര് സഹാബത്തിന്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുമ്പോ കൂടെ പോകാൻ പറഞ്ഞിട്ടും പോകാതെ കുറെ ആളുകൾ മദീനയിൽ പിന്തിരിഞ്ഞിരുന്നു. അവരുടെ ഉള്ളിലൊരു പേടിയായിരുന്നു. വേറെ കാരണമൊക്കെയാണ് അവർ പുറത്തേക്ക് പറഞ്ഞിരുന്നതെങ്കിലും അവരുടെ ഉള്ളിലുള്ള പേടി, എങ്ങോട്ടായി ഉംറ നിർവഹിക്കാൻ പോകുന്നത്? മക്കയിലേക്കാണ്. മക്കയിലാണെങ്കിൽ ഖുറൈശികളാണ്, അവർ വലിയ കേമന്മാരാണ്, വലിയ രൂപത്തിലുള്ള കഴിവുകളുള്ളവരാണ്. അതുകൊണ്ട് അവരുമായി ഏറ്റുമുട്ടേണ്ടി വരുമോ, അവരുമായി ഒരു സംഘട്ടനം നടത്തേണ്ടി വരുമോ? അങ്ങനെ വരുമ്പോ നമ്മുടെ ജീവൻ നഷ്ടപ്പെടില്ലേ, നമുക്ക് പരിക്ക് പറ്റില്ലേ എന്നൊക്കെയുള്ള പേടി കാരണത്താൽ അന്ന് ഉംറ നിർവഹണത്തിന് പോകാതെ മറ്റ് ചില കാരണങ്ങൾ പറഞ്ഞു കുറെ ആളുകൾ മദീനയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ഇവരെ കുറിച്ച് നേരത്തെ വിവരം കൊടുത്തു. ഹുദൈബിയയിൽ നിന്ന് മടങ്ങി വരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല അറിയിപ്പ് കൊടുത്തിരുന്നു, നിങ്ങൾ മടങ്ങി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആഹ്വാനം ചെയ്ത് നിങ്ങളുടെ കൂടെ ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടാതിരുന്ന ആളുകൾ നിങ്ങൾ മദീനയിൽ മടങ്ങിച്ചെന്നാൽ നിങ്ങളോടവര് കാരണം പറയും, ശഗലത്തിനാ അംവാലുനാ വഅഹ്ലൂനാ ഫസ്തഗ്ഫിർ ലനാ. അവര് നബിയെ നിങ്ങളോട് പറയും, നബിയെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാതിരിക്കാൻ കാരണം ഞങ്ങളുടെ സമ്പത്തിന്റെ പ്രശ്നമായിരുന്നു, സമ്പത്ത് നോക്കാൻ ആളില്ല. വഅഹ്ലൂന, ഞങ്ങളുടെ കുടുംബത്തിലും ആളില്ലായിരുന്നു. അതുകൊണ്ട് ഫസ്തഗ്ഫിർ ലനാ, വരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിട്ടും ഞങ്ങൾക്കതിന് സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം എന്നൊക്കെ അവര് നിങ്ങളോട് പറയും എന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഉണർത്തുകയാണ്. അല്ലാഹു തആല പറയുന്നു, യഖൂലൂന ബി അൽസിനതിഹിം, അവരവരുടെ നാവുകൾ കൊണ്ട് പറയുകയാണ്, മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത്. അപ്പൊ ഹൃദയങ്ങളിൽ ഇല്ലാത്തതാണ് നാവ് കൊണ്ട് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തേണ്. അപ്പൊ ഇവരുടെ ഉള്ളുകള്ളി അല്ലാഹു തആല വെളിച്ചത്താക്കി. അവരെ ഹുദൈബിയ സന്ധിക്ക് കാരണമായി തീർന്ന ഉംറ നിർവഹിക്കാൻ വേണ്ടി ആദ്യം മക്കയിലേക്കുള്ള പടപ്പുറപ്പാടിൽ കുറെ ആളുകൾ മദീനയിൽ തന്നെ തങ്ങാൻ കാരണം ജീവൻ പോകുമോ, പരിക്ക് പറ്റുമോ എന്ന ഭയമായിരുന്നു. അതുകൊണ്ടാണ് അവർ പോകാതിരുന്നത് എന്ന് അല്ലാഹു തആല അവരുടെ ഉള്ളുകള്ളി വെളിച്ചത്താക്കി. ഇനി നിങ്ങൾ മടങ്ങിച്ചെന്നാ ഞങ്ങൾക്ക് വീട്ടിൽ ആളില്ലായിരുന്നു, കുടുംബത്തിൽ ആളില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുക. വാസ്തവത്തിൽ അതൊന്നും സത്യമല്ല എന്ന് പറയും അവരെന്ന് അല്ലാഹു തആല അവരുടെ ഉള്ളുകള്ളികളെ കൃത്യമായി തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഈ യാത്രക്ക് പുറപ്പെടാൻ വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ അന്ന് യാത്രക്ക് പോരാൻ മടി കാണിച്ചിരുന്ന പലരും ഈ യാത്രയിൽ ഒപ്പം കൂടാൻ വല്ലാത്ത താല്പര്യം. ഖൈബറിലേക്കുള്ള യാത്രക്ക് മദീനയിൽ അന്ന് മക്കയിലേക്ക് പുറപ്പെടാൻ താല്പര്യമില്ലാതിരുന്ന
ധാരാളക്കണക്കിന് ആളുകൾക്ക് താല്പര്യമുണ്ടായി. എന്താ അതിന് കാരണം? ഖുറൈശികൾ ഇപ്പൊ ഏതായാലും അടങ്ങി. ഈ കരാറോടുകൂടി ഇനി മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് പ്രയാസങ്ങളും യുദ്ധമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാ. ഇനിയിപ്പോ യഹൂദികളുടെ അടുത്തേക്കാ പോകാനുള്ളത്. നമ്മളാണെങ്കിൽ നല്ല ശക്തി കൈവന്ന സമയവുമാണ്. അതുകൊണ്ട് ഉറപ്പാണ് ഈ യുദ്ധം വിജയിക്കും. ഖൈബറിൽ നമുക്ക് തന്നെയായിരിക്കും വിജയം. അപ്പൊ എന്തുണ്ടാകും? ഖൈബറാണെങ്കിൽ ഫലഭൂയിഷ്ടമായ പ്രദേശമാണ്. ധാരാളക്കണക്കിന് കോട്ടകൾ അവിടെയുണ്ട്. കേവലം ജൂത കോട്ടകൾ മാത്രമല്ല ഖൈബറിൽ ഉള്ളത്. ആ കോട്ടകൾക്കകത്തൊക്കെ ധാരാളക്കണക്കിന് സമ്പത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഖൈബറിൽ ജയമുണ്ടായാൽ മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച ഗനീമത്ത് കിട്ടും, ധാരാളം സമരാർജിത സമ്പത്ത് കിട്ടും. അതുകൊണ്ട് ഇതിന്റെ കൂടെ പോയാൽ വെറുതെ ആവൂല, നല്ലോണം കാശ് കിട്ടും, സമ്പത്ത് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളും വരുന്നുണ്ട് ഈ യുദ്ധത്തിന്, ഞങ്ങളും വരുന്നുണ്ട് ഈ യുദ്ധത്തിന് എന്ന് വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും തിടുക്കം കൂട്ടുകയും ഒക്കെ ചെയ്തു. ഖുർആൻ പറയുന്നുണ്ട് അവരെ സംബന്ധിച്ച്. ആ രൂപത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളെ പറ്റി അല്ലാഹു തആല പറയാണ്, സയഖൂലുൽ മുഖല്ലഫൂന ഇദൻ തലഖ്തും ഇലാ മഗാനിമ ലിതഖുദൂഹാ ദറൂനാ നത്തബിഉകും يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا. സൂറത്തുൽ ഫത്ഹിലെ 15-ാമത്തെ ആയത്ത്. മുമ്പ് പിന്തി നിന്നിരുന്ന ആളുകൾ, കഴിഞ്ഞ വർഷം നിങ്ങളുടെ കൂടെ പോരാൻ കൂട്ടാക്കാതെ പേടിച്ച് മാറി നിന്നവർ, ഇപ്പൊ നിങ്ങൾ ഈ യുദ്ധത്തിന് പോകുമ്പോൾ അവർ നിങ്ങളോട് വന്ന് പറയും, ദറൂനാ നത്തബിഉകും, ഞങ്ങളെയും കൊണ്ടുപോകണേ, ഞങ്ങളും വരുന്നുണ്ട് യുദ്ധത്തിന് എന്ന് അവര് വല്ലാതെ താല്പര്യം പ്രകടിപ്പിക്കും. അതേ നബിയെ അവരോട് പറഞ്ഞേക്ക്, കുല്ലൻ തത്തബിഊന യുരീദൂന, അവർ ഉദ്ദേശിക്കുന്നു അൻ യുബദ്ദിലു കലാമല്ലാഹ്, അള്ളാന്റെ കലാമിനെ മാറ്റിമറിക്കാനാ അവർ വിചാരിക്കുന്നത്. അള്ളാഹ്ക്ക് തീരുമാനമുണ്ടെന്ത്? ഹുദൈബിയ യാത്രയിൽ പങ്കെടുത്തവര് മാത്രമേ ഖൈബറിലേക്കും പോകേണ്ടതുള്ളൂ. അള്ളാന്റെ തീരുമാനമാണ്. അവരല്ലാത്തവരൊന്നും ഇനിയിപ്പോ വേണ്ട. ഇനിയിപ്പോ ഇക്കൊല്ലം അക്കൊല്ലം പോകാൻ തയ്യാറുള്ളവർ മാത്രം മതി ഇക്കൊല്ലവും പുറപ്പെടാൻ എന്ന അള്ളാന്റെ തീരുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവരെ അറിയിച്ചു. അതുകൊണ്ട് ഖുൽ, നബിയെ പറഞ്ഞേക്കൂ, ലൻ തത്തബിഊനാ, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റേണ്ടതില്ല. അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കദാലികും ഖാലല്ലാഹു മിൻ ഖബൽ, അള്ളാന്റെ തീരുമാനമാണത്. അവിടെ നിങ്ങൾ കൂടെ പോരണ്ട. ഈ ഗനീമത്ത് മോഹിച്ചിട്ടല്ലേ ഇപ്പൊ ഈ പടപ്പുറപ്പാടിലേക്കുള്ള ആവേശമൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ സേവനം തൽക്കാലം ഖൈബറിലേക്ക് ആവശ്യമല്ല. ഇനി അതല്ല നബിയെ, ഞങ്ങൾക്ക് മുതലൊന്നും ആശിച്ചിട്ടല്ല, യുദ്ധം ചെയ്തിട്ട് പുണ്യം നേടാനുള്ള പൂതി കൊണ്ടാണോ എങ്കിൽ അല്ലാഹ് മറുപടി പറയാണ്, കുല്ലിൽ മുഖല്ലഫീന മിനൽ അഅറാബി സതുദഊന ഇലാ ഖൗമിൻ ഉലീ ബഅസിൻ ശദീദ് തുഖാതിലൂനഹും ഔ യുസ്ലിമൂൻ ഫഇൻ തുതിഉ യുഅതികുമുല്ലാഹു അജ്റൻ ഹസനാ വഇൻ തതവല്ലൗ കമാ തവല്ലൈതും മിൻ ഖബ്ലു യുഅദ്ദിബുകും അദാബൻ അലീമാ. പിന്തി നിന്നിരുന്ന ആളുകളോട് പറയൂ, പ്രവാചകരെ, നിങ്ങൾ യുദ്ധത്തിന്റെ പൂതി നിങ്ങൾക്കുള്ളത് അതേ യുദ്ധം ചെയ്താലുള്ള പ്രതിഫലം മോഹിച്ചുകൊണ്ടാണെങ്കിൽ ഈ യുദ്ധത്തിന് നിങ്ങളുടെ സേവനം വേണ്ട, ഈ യുദ്ധത്തിന് വേണ്ട. സതുദഊന, നിങ്ങൾ വിളിക്കപ്പെട്ടേക്കും, ഇലാ ഖൗമിൻ ഉലീ ബഅസിൻ ശദീദ്, നല്ല ശക്തിയും പവറും കഴിവുമൊക്കെയുള്ള ശത്രുക്കളോട് പോരാടാൻ ഇനിയും നിങ്ങൾക്ക് ചാൻസ് വരുമ്പോ നിങ്ങളെ വിളിക്കും. അപ്പൊ നിങ്ങളുടെ കൂടെ വന്നുകൊണ്ട് യുദ്ധം ചെയ്തു കൊള്ളണം. ആ കൽപ്പന, ആഹ്വാനം ചെവിക്കൊണ്ട് അന്ന് നിങ്ങൾ യുദ്ധത്തിന് വന്നാൽ ഫഇൻ തുതിഉ യുഅതികുമുല്ലാഹു അജ്റൻ ഹസനാ, നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ഇനി അതാ യുദ്ധത്തിന് ആഹ്വാനം ഉണ്ടാകുമ്പോൾ അന്നും നിങ്ങൾ പിന്തിരിയുകയാണെങ്കിലോ വഇൻ തതവല്ലൗ കമാ തവല്ലൈതും മിൻ ഖബ്ലു യുഅദ്ദിബുകും അദാബൻ അലീമാ, വേദനയേറിയ ശിക്ഷ നിങ്ങളെ അവൻ ശിക്ഷിക്കുന്നതുമാകുന്നു.
അപ്പൊ ചുരുക്കത്തിൽ ഈ യുദ്ധത്തിന് പോകാൻ കുറെ ആളുകൾ മുതല് മോഹിച്ച് ഗനീമത്ത് കിട്ടും, ഇതിന് പോയാ വെറുതെ ആവൂലാന്ന് കണക്ക് കൂട്ടിയിട്ട് കുറെ ആളുകൾ പോകാൻ പുറപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതിച്ചില്ല. ഇപ്പൊ നിങ്ങളുടെ സേവനം ആവശ്യമില്ല, ഈ യുദ്ധത്തിന് ഞങ്ങൾ മതി. കാരണം അള്ളാഹ് തീരുമാനം അറിയിച്ചിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്. എന്ത്? ഹുദൈബിയ യാത്രയിൽ പങ്കെടുത്തവര് മാത്രം. കാരണം അവർ എന്തും വരട്ടെ, എന്ത് വന്നാലും വേണ്ടില്ലെന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്കാണ് പ്രാധാന്യമുള്ളത്. അവര് മാത്രം മതി ഖൈബറിൽ പോകാൻ, അവരല്ലാത്തവരുടെ സേവനം ആവശ്യമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ വരുന്നുണ്ടോ? ഗനീമത്ത് കിട്ടിയാൽ ഒരു ചില്ലിക്കാശ് അവർക്ക് കൊടുക്കൂല എന്ന് കൃത്യമായി തന്നെ അല്ലാഹു തആല അവരെ തീരുമാനം അറിയിച്ചു. ആ ചാരിയിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സദസ്സിലേക്ക് കയറിയിരിക്കുക. കുറഞ്ഞ സമയമുള്ളൂ. ഞാൻ നിൽക്കല്ലേ നിങ്ങളൊക്കെ വല്ലാതെ പ്രയാസമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, വല്ലാത്ത മുതുകുവേദനയോ കണ്ടൽ വേദനയോ ചാരിയിരിക്കണം എന്ന് നിർബന്ധമുള്ളവർ മാത്രം അവിടെ ഇരിക്കുക. അല്ലാത്തവര് ഒന്ന് സദസ്സിലേക്ക് കൂടിയിരിക്കുക. സദസ്സിന്റെ ഇൽമിന്റെ മജ്ലിസാണ്. അതിന് വല്ലാത്തൊരു ബറക്കത്തുള്ള പ്രാധാന്യമുള്ള മജ്ലിസാണ്. ഇത് എല്ലാ അവസരങ്ങളിലും സൂചിപ്പിക്കാൻ നിർബന്ധിതനാക്കരുത്. എന്റെ സഹോദരങ്ങളോട് സ്നേഹബുദ്ധിയാ പറയണ, ഇൽമിന്റെ മജ്ലിസിൽ ഏറ്റവും ബാക്കിലിരിക്കുന്നവനക്ക് അവഗണനയാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അടുത്തടുത്ത് വരുന്നവർക്കാണ് അള്ളാഹു തആല അവന്റെ പ്രത്യേകമായ അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുക എന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശരി സഹോദരങ്ങളെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഇങ്ങനെ ഈ നിബന്ധനകളോടുകൂടി ഈ യാത്രക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര പോകുന്ന വിവരം, ഖൈബറിലേക്ക് പോകുന്ന വിവരം ജൂതന്മാരെ തന്ത്രപരമായി അറിയിക്കുകയാണ് ഒരു കൂട്ടർ. ആരായിരിക്കും അറിയിക്കുക? നമ്മൾ ഇതുവരെ കേട്ട ചരിത്രങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും ആരാണ് ഈ വിവരം ചോർത്തുക എന്ന്. മുനാഫിഖിന്റെ നേതാവ് അബ്ദുള്ള തന്നെ. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖിന്റെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഖൈബറിലേക്ക് പുറപ്പെടുന്നുണ്ട് എന്ന വാർത്ത ജൂതന്മാർക്ക് ചോർത്തിക്കൊടുത്തു. ഇതാ വരുന്നുണ്ട്. ജൂതന്മാർ വിവരമറിഞ്ഞപ്പോ അവരുടെ സഖ്യകക്ഷിയായ അറബി സഖ്യകക്ഷികളിൽപ്പെട്ടവരാണ് ഗത്ഫാൻ ഗോത്രം. ആ ഗത്ഫാൻ ഗോത്രത്തോട് യഹൂദികൾ മുൻകൂട്ടി തന്നെ സഹായം അഭ്യർത്ഥിച്ചു. കാരണം ഈ ഗത്ഫാൻ ഗോത്രവും യഹൂദികളും പരസ്പരം സഖ്യകക്ഷികളായിരുന്നു. അതുകൊണ്ട് ഇതാ സമരത്തിന് വരുന്നുണ്ട്, യുദ്ധത്തിന് വരുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കണം എന്ന് ഗത്ഫാൻ എന്ന സഖ്യകക്ഷിയോട് യഹൂദികൾ വിവരം കൊടുത്തു. യഹൂദികളെ സഹായിക്കാൻ വേണ്ടി ഗത്ഫാൻ എന്ന അറബ് ഗോത്രം തയ്യാറായെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും ആ സൈന്യത്തെ കണ്ട് ഗത്ഫാനുകാര് അന്താളിച്ച് അന്തം വിട്ട് ആത്മരക്ഷാർത്ഥം അവർ ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ സഹായം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ പടനയിക്കാൻ തയ്യാറായത് പോലുമില്ല. പേടിച്ചരണ്ടു പോയി. അത്രയും ശക്തമായ ഒരു സംഘമാണ് വരുന്നത്. കാരണം ഹുദൈബിയയിലെ കരാറും കഴിഞ്ഞാ വരുന്നതെന്നൊക്കെ ഇവർക്ക് അറിയാം. അതുകൊണ്ട് ഗത്ഫാൻകാര് പിൻവലിഞ്ഞു. യഹൂദികൾക്ക് സഹായത്തിന് ആളില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഖൈബറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തുടർന്നു. അള്ളാഹുവിന്റെ റസൂലിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു രാജ്യത്തെ ആക്രമിക്കാൻ എത്തുമ്പോൾ ആ പ്രദേശത്തിന്റെ തൊട്ടിപ്പുറത്താണ് രാത്രിയിൽ താമസിക്കുക. തൊട്ടടുത്ത സ്ഥലത്ത് രാത്രി താമസിച്ച് ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ആ പ്രദേശത്തേക്ക് അങ്ങോട്ട് എരച്ച് കയറിയിട്ട് അവിടെ പടപ്പുറപ്പാടും പടയൊരുക്കങ്ങളും പടയും നടത്താറുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും രാത്രി തന്നെ ഖൈബറിന്റെ അടുത്തുള്ള പ്രദേശത്ത് എത്തി. അതേ അവിടെ വെച്ച് രാവിലെ സുബഹി നിസ്കാരം നിർവഹിച്ചതിന്റെ ശേഷം പ്രഭാതത്തിൽ ഖൈബർ എന്ന് പറയുന്ന യഹൂദികളുടെ കേന്ദ്രത്തിലേക്ക് എത്തി. യഹൂദികൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് മുഹമ്മദും സൈന്യവും വരുന്നുണ്ടെന്ന്. അവര് വിചാരിച്ചത് വഴിയിൽ എവിടെയോ ആണെന്നാണ്. രാത്രി തൊട്ടടുത്ത് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജൂതന്മാർക്ക് മനസ്സിലായിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ രാത്രിയിൽ തൊട്ടടുത്ത സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് അവിടെ വെച്ച് സുബഹി നിസ്കാരം നിർവഹിച്ച് പ്രഭാതത്തിലതാ ഖൈബറിലേക്ക് പൊടുന്നനെ എത്തിച്ചേർന്നപ്പോൾ യഹൂദികൾ ഈ വിവരമൊന്നും അറിയാതെ അവര് സാധാരണ അവരുടെ കൃഷിപ്പണിക്കഥ ആയുധങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കൈക്കോട്ടും പിക്കാസും അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങളും ഒക്കെ ആയിട്ട് വല്ലാത്ത കാർഷികമായ സ്ഥലമാണ് ഖൈബർ. യഹൂദികൾ ധാരാളമായി കൃഷി ചെയ്ത് ഒട്ടേറെ സമ്പത്ത് വാരിക്കൂട്ടിയ പ്രദേശമാണ്. അത്തരത്തിലുള്ള ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമായിരുന്നു ഖൈബർ. അവര് സാധാരണ പോലെ രാവിലെ ഡ്യൂട്ടിക്കിറങ്ങിയിരിക്കുകയാണ് അവരുടെ പണിയായുധങ്ങളുമായി.
ആ അവസരത്തിലാണ് നബിയെയും സഹാബത്തിനെയും അവർ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ യഹൂദികൾ ഞെട്ടിപ്പോയി. ഒരു പറഞ്ഞു മുഹമ്മദ്, പേടിച്ചരണ്ടുകൊണ്ട് അവർ പറഞ്ഞു, ദേ മുഹമ്മദ്, വല്ലാ മുഹമ്മദ്, മുഹമ്മദാണല്ലോ എത്തിയിരിക്കുന്നത്. വൽ ഖമീസ്, മാത്രമല്ലല്ലോ മഹാസൈന്യവും കൂടെയുണ്ട്. അക്ഷരാർത്ഥത്തിൽ അവർ പതറിപ്പോയി, പേടിച്ചരണ്ടു. അവര് മുഴുവൻ ആളുകളും അവരുടെ കോട്ടകൊത്തളങ്ങളിലേക്ക് ഭയവിഹ്വലരായിക്കൊണ്ട് ഓടി ഒളിക്കുകയാണ്. ഒന്നും രണ്ടും കോട്ടകളല്ല, ചെറുതും വലുതുമായ ധാരാളക്കണക്കിന് കോട്ടകൾ നിറഞ്ഞു കിടക്കുന്ന പ്രദേശമായിരുന്നു ഖൈബർ. അതിലായിരുന്നു യഹൂദികളുടെ താവളം, അതിലായിരുന്നു അവരുടെ ആയുധങ്ങൾ, അതിലായിരുന്നു അവരുടെ സമ്പത്ത്, അതിലായിരുന്നു അവരുടെ കാർഷികമായ ഉൽപ്പന്നങ്ങൾ, അതിലായിരുന്നു അവരുടെ സ്വർണവും വെള്ളിയും ദീനാറുകളും ദിർഹമുകളും എല്ലാ രൂപത്തിലുള്ള ശേഷികൾ കൊണ്ടും നിറഞ്ഞ സുശക്തമായ കോട്ടകളായിരുന്നു ഖൈബറിൽ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബത്തിനെയും പൊടുന്നനെ കണ്ട യഹൂദികൾ അവരുടെ കോട്ടകളിലേക്ക് ഉൾവലിഞ്ഞു. ആ കോട്ടകളിൽ പ്രധാനപ്പെട്ട കോട്ടകൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. നാഇം എന്ന കോട്ട, നത്വാത്ത് എന്ന കോട്ട, സഅബ് എന്ന കോട്ട, ഖമൂസ് എന്ന കോട്ട, ഇങ്ങനെയുള്ള ധാരാളം കോട്ടകൾ, ചെറുതും വലുതുമായ ധാരാളം കോട്ടകൾ. ഈ കോട്ടകൾക്കുള്ളിലേക്ക് മുസ്ലിമീങ്ങൾ എരച്ചു കയറി. ബലപ്രയോഗത്തിലൂടെ മുസ്ലിമീങ്ങൾ കോട്ടകൾ ഓരോന്നായി കൊണ്ട് കീഴടക്കി. ഓരോ കോട്ടകളുടെയും അടുക്കൽ ചെന്ന് ശക്തമായ നിലക്കുള്ള ബലപ്രയോഗങ്ങളിലൂടെ സഹാബത്ത് കോട്ടകൾ കൈയടക്കുകയാണ്. ആ കോട്ടയിലുണ്ടായിരുന്ന യഹൂദികളെ ബന്ദികളാക്കി പിടിക്കുകയാണ്. പലരെയും കൊല്ലേണ്ടവരെ കൊന്നുകൊണ്ട് തന്നെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തുകയും ആക്രമിക്കുകയും ചെയ്തവരെ ആ നിലക്ക് വകവരുത്തിക്കൊണ്ട് തന്നെ മുസ്ലിം സൈന്യം കോട്ടകൾ ഓരോന്നായി കൊണ്ട് കീഴടക്കിക്കൊണ്ടിരുന്നു. ഒരു പാറക്കുന്നിന്റെ മുകളിൽ നിലകൊണ്ടിരുന്ന ശക്തമായ ഒരു കോട്ടയുണ്ടായിരുന്നു. അതിന്റെ ചുറ്റും വലിയ കന്മതിലും ഉണ്ടായിരുന്നു. അത് കീഴടക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നു. അത് കീഴടക്കാൻ വേണ്ടി വല്ലാത്ത ത്യാഗം സഹിക്കേണ്ടി വന്നു. വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസവുമായപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലേന്ന് രാത്രിയിൽ പറഞ്ഞു, തലേന്ന് രാത്രിയിൽ ആ കോട്ട ജയിച്ചടക്കേണ്ടുന്നതിന്റെ തലേന്ന് രാത്രിയിൽ പറഞ്ഞു, ലഉഅ്തിയന്ന ഹാദിഹിർ റായ, ഈ പതാക ഞാൻ നാളെ കൊടുക്കുക തന്നെ ചെയ്യും. റജുലൻ, ഒരാളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. യഫ്തഹുല്ലാഹു അലാ യദൈഹി, അല്ലാഹു അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഈ കോട്ട വിജയിക്കും. അള്ളാന്റെ ഉദ്ദേശത്തോടുകൂടി അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഈ കോട്ട ജയിച്ചടക്കാൻ സാധിക്കുന്ന ഒരാളുടെ കയ്യിൽ ഈ പതാക ഞാൻ നാളെ ഏൽപ്പിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗുണവും പറഞ്ഞു. യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അദ്ദേഹം അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ്. വയുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, അള്ളയും റസൂലും അദ്ദേഹത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാളുടെ കൈകളിലേക്ക് ഈ പതാക ഞാൻ നാളെ പ്രഭാതത്തിൽ കൈമാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പറയാണ്. ആളുകളൊക്കെ രാത്രിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അയ്യുഹും യുഅ്താഹാ, ആർക്കാണ് നാളെ ഈ പതാക കൈമാറപ്പെടുക എന്ന്. പ്രഭാതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചു വരുത്തി. കൂട്ടത്തിൽ ചോദിച്ചു, ഐന അലി ഇബ്നു അബി താലിബ്, എവിടെ അലി? അലി എവിടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പോ പറയപ്പെട്ടു പ്രവാചകരോട്, ഹുവയാ റസൂലല്ലാഹ് യശ്തകി ഐനൈഹി, കണ്ണിന് സുഖമില്ലാതെ കുറച്ച് മാറിയിട്ടാണുള്ളത്, കുറച്ച് മാറി നിൽക്കാണ്, ഇതിൽ പങ്കെടുത്തിട്ടില്ല, കുറച്ച് അപ്പുറത്തെ ടെന്റിലാ ഉള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആളയച്ചു വരുത്തിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അലി റളിയല്ലാഹു അൻഹു കണ്ണുവേദന, കണ്ണിങ്ങനെ ചുവന്ന് തൊടുത്ത് ചെങ്കണ്ണ് രോഗബാധിതനായി കണ്ണുമിഴിക്കാനാവാതെ വല്ലാത്ത വേദന സഹിച്ച് അലി റളിയല്ലാഹു തആല അൻഹു കഴിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാരല്ല വരാൻ പറഞ്ഞു. അവിടുത്തെ മഹത്വം നാം മനസ്സിലാക്കുക. അല്ലാഹു ഇവിടെ ഒരു മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പ്രകടമാക്കുകയാണ്. അതാണ് കേൾക്കാൻ പോകുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു മുമ്പിലെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരൽപ്പം തുപ്പുനീരെടുത്ത് അവിടുത്തെ കണ്ണുകളിൽ പുരട്ടി. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇരു കണ്ണുകളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പുനീര് ചേർത്ത് പുരട്ടി. എന്നിട്ട് വദഅ ലഹു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു.
അലി റളിയല്ലാഹു അൻഹുവിന്റെ രോഗം ശിഫയാക്കി കൊടുക്കണേ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഫബറഅ ഹത്താ കഅൻ ലം യകുൻ ബിഹി വജഉൻ, യാതൊരു വേദനയും മുമ്പുണ്ടായിട്ടില്ലാത്തതുപോലെ പരിപൂർണമായി മഹാനവറുകളുടെ ഇരു കണ്ണുകളും സുഖപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹത്വം, അല്ലാഹു തആല അവിടുത്തെ കൈകളിലൂടെ ശിഫ നൽകിയ ഒരു മുഅ്ജിസത്ത് പ്രകടമായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തുപ്പുനീരെടുത്ത് പുരട്ടി ദുആ ചെയ്തു. ആരാ രോഗം ശമിപ്പിച്ചത്? ആരാ രോഗം സുഖമാക്കിയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. അല്ലാഹുവിന്റെ റസൂൽ എന്തേ ചെയ്തുള്ളൂ? അവിടുത്തെ തുപ്പുനീര് എടുത്തു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ പുരട്ടി കൊടുത്തു. ശിഫ നൽകിയത് അല്ലാഹുവാണ്. മുഅ്ജിസത്തുകളുടെ ഒക്കെ കാര്യതാണ്. പ്രവാചകന്മാർ അവർക്ക് ചെയ്യാൻ കഴിയാവുന്നത് ചെയ്യും, ചെയ്യാൻ കഴിയാത്തത് അള്ളയാണ് നിർവഹിക്കുന്നത്. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകളിൽ ഇതുവരെ ഒരു വേദനയും ഉണ്ടായിട്ടേ ഇല്ലാത്ത പോലെ സമ്പൂർണമായി ശിഫയായി. ഫഅഅതാഹു റായ, പതാക അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അപ്പോ അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉഖാതിലുഹും ഹത്താ യകൂനൂ മിസ്ലനാ, ഞാൻ അവരോട് പോരാടണോ? അവർ നമ്മെപ്പോലെയാകുവോളം അതേ പെട്ടെന്ന് ചെന്നുകൊണ്ട് ഞാൻ അറ്റാക്ക് ചെയ്യണോ? വളരെ പെട്ടെന്ന് അവരെ നശിപ്പിക്കണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, അതേ, നീ അവരുടെ പ്രഭാതത്തിൽ നീ അവരുടെ അടുത്തേക്ക്, അവരുടെ സമീപത്തേക്ക് നീ കയറി ചെന്നിട്ട് അവരുടെ അടുക്കലേക്ക് നീ എത്തിച്ചേർന്നാൽ ഉടനെ അങ്ങ് അവരെ നശിപ്പിക്കാനോ അവരുമായിട്ട് പോരാടാനോ അല്ല ശ്രമിക്കേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്നത് ആളുകളോട് യുദ്ധം ചെയ്യാനും ആളുകളെ വെട്ടി നശിപ്പിക്കാനും അവരുടെ കൈകളിലുള്ളത് കവർന്നെടുക്കാനും നടക്കുന്ന മതമാണെന്ന് ഇസ്ലാമിന്റെ ചരിത്രമറിയാത്ത കുബുദ്ധികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനൊരു മറുപടിയായി ഇവിടെ മനസ്സിലാക്കേണ്ടത്, അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ കയറി അങ്ങ് ശക്തമായി അറ്റാക്ക് ചെയ്തോട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലി അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട. അവരെ പരാജയപ്പെടുത്തിയിട്ട് അവരെ കൊന്നുതള്ളിയിട്ട് അവരുടെ മുതല് കവരലല്ല നമ്മുടെ മുഖ്യമായ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്താണെന്നോ അലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, നീ അവരുടെ സമീപത്തവരുടെ മുറ്റത്ത് എന്നിറങ്ങിയാൽ സുമ്മദുഉഹും ഇലൽ ഇസ്ലാം, നീ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം അലി നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വഅഖ്ബിറുഹും, എന്നിട്ട് നീ അവരെ അറിയിക്കണം, ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി ഫീഹി, അല്ലാഹുവിനോട് നിങ്ങൾക്കുള്ള കടമകൾ എന്താണ്? അവനെ മാത്രം ആരാധിക്കലാണ്, അവനോടൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ്, അല്ലാഹുവിന്റെ റസൂലായ എന്നെ നിങ്ങൾ അനുസരിക്കലാണ്. ആ നിലക്കുള്ള നിയമങ്ങൾ അവരോട് നീ പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞൊരു വാചകം നമ്മളൊക്കെ മനഃപ്പാടമാക്കി വെക്കേണ്ട ഒരു വാചക. ഇത് പറഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവരുടെ അടുക്കൽ ചെന്ന് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്തി തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ അവരോട് പറഞ്ഞതിലേക്ക് ക്ഷണിക്കണം. എന്താ കാരണം? അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ, അല്ലാഹ് നിന്റെ കൈ മുഖേന ഒരാളെയെങ്കിലും നേർമാർഗത്തിലാക്കുന്നതാണ്. ഖൈറുൻ ലക, നിനക്ക് ഏറ്റവും ഉത്തമം, മിന്നൻ യകൂന ലക ഹുംറുൻ നഅം, വില കൂടിയ ചുവന്ന നിറത്തിലുള്ള ഒട്ടക കുട്ടികളെ നിനക്കുണ്ടാകുന്നതിനേക്കാളും അന്ന് അറബികളുടെ സമ്പത്തിലെ ഏറ്റവും മികച്ച മുതലാളിയായിട്ട് അറിയപ്പെട്ടിരുന്നത് നല്ല ചുവപ്പ് നിറത്തിലുള്ള തുടുത്ത് കൊഴുത്ത ഒട്ടകങ്ങളും കുതിരകളുമൊക്കെ ആർക്കാണുള്ളതെങ്കിൽ അയാൾ അന്നത്തെ വമ്പിച്ച സമ്പന്നനായിരുന്നു. സമ്പന്നതയുടെ അടയാളം അതായിരുന്നു. അതേ അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ മുഖേന ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ, നീ മുഖേന ഒരാൾക്കെങ്കിലും ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് ചുവന്ന ഒട്ടക കുട്ടികളുടെ മുതലാളി നീ ആകുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും ഉത്തമം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്.
അങ്ങനെ ആ വസിയത്തും കേട്ടുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു കോട്ട ജയിച്ചടക്കാൻ വേണ്ടി പോകുന്നത്. വിളിച്ചു പറഞ്ഞു. ഇസ്ലാമിന്റെ കൃത്യമായ അധ്യാപനങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവരോട് വിളിച്ചു പറഞ്ഞു. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല. ശക്തമായ പ്രതിരോധങ്ങളും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുവാനുള്ള ശ്രമങ്ങളും. അവരുടെ ഏറ്റവും വലിയ കൊലകൊമ്പനായ ജൂത നേതാവായിരുന്നു മിർഹബ്. അവൻ വലിയ ശക്തനായിരുന്നു. അതെ, അവനെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹു ലക്ഷ്യം വെച്ചു. അവനെ തന്നെ ലക്ഷ്യം വെച്ചു. ശക്തമായ നിലക്കുള്ള അറ്റാക്കിലൂടെ അവരുടെ ഏറ്റവും വലിയ നേതാവിന്റെ കഥ അലി റളിയല്ലാഹു തആല അൻഹു കഴിച്ചു കളഞ്ഞു. അവനെ തന്നെ കൊന്നു. വലിയ നേതാവ് തന്നെ പോയതോടുകൂടി സർവ്വ യഹൂദികളും പേടിച്ചു. സർവ്വ യഹൂദികളും പതറിപ്പോയി. എല്ലാവരും അവരവരുടെ കോട്ടകളിലേക്ക് തന്നെ പിന്നെയും പിൻവാങ്ങുകയാണ്. മുസ്ലിമീങ്ങൾ എരച്ച് കയറി ഓരോ കോട്ടകളായിക്കൊണ്ട് പിന്നെയും പിന്നെയും കീഴടക്കി. എല്ലാ കോട്ടകളും മുസ്ലിമീങ്ങൾക്ക് അധീനത്തിലായി. ഖൈബർ പൂർണ്ണമായും മുസ്ലിമീങ്ങളുടെ കീഴിലേക്ക് ഇങ്ങോട്ട് വന്നു. എല്ലാവരും എല്ലാ രൂപത്തിലുള്ള കോട്ടകളും ഒന്നൊഴിവാക്കാതെ ശക്തമായ മുന്നേറ്റത്തിലൂടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖൈബർ മുഴുവനായി മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെട്ടു. ഖൈബറിലെ ജൂതന്മാര് മുഴുവനും മുസ്ലിമീങ്ങളുടെ കീഴിൽ. അവരതാ ഇങ്ങോട്ട് വന്ന് ഇല്ല, ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ല, സമരത്തിനില്ല എന്ന നിലക്ക് അവർ കീഴൊതുങ്ങുകയാണ് ചെയ്തത്. ഈ സംഘട്ടനത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം, 93 ജൂതന്മാരുടെ കഥ കഴിഞ്ഞു. 93 ജൂതന്മാര് ഖൈബർ യുദ്ധത്തിൽ മരണപ്പെട്ടു. വലിയ നേതാക്കളടക്കം 93ഓളം ആളുകൾ. മുസ്ലിമീങ്ങളിലോ 15 പേര് രക്തസാക്ഷികളായി. 15 ശുഹദാക്കൾ ഖൈബറുമായി ബന്ധപ്പെട്ട സംഘട്ടനത്തിൽ വഫാത്തായിട്ടുണ്ട്. അതേ അവസരത്തിൽ യഹൂദികൾ 93 ആളുകൾ ഖൈബറിൽ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഖൈബർ മുസ്ലിമീങ്ങളുടെ അധീനതയിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ട് പോകണം, ഖൈബർ വിട്ട് പോകണം നിങ്ങൾ എന്ന് പറഞ്ഞപ്പോ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്ന് വളരെ താഴ്മയോടെ ഒരു അപേക്ഷ പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ മുഹമ്മദ് ദഅനാ നകൂനു ഫീ ഹാദിഹിൽ അർളി, ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ ജോലി ചെയ്ത് ഈ നാട്ടിലെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ച ആളുകളാണ്. ഞങ്ങൾക്ക് ഇതല്ലാത്തൊരു പണി അറിയൂല. അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുത്. ഈ ഭൂമി നോക്കി നടത്തി ഇവിടെ കൃഷി ചെയ്ത് ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. ഇത് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഞങ്ങളെപ്പോലെ സാധിക്കൂല. കാരണം ഫനഹ്നു അഅലമു ബിഹാ മിൻകും, ഖൈബറിലെ പ്രദേശങ്ങളെ കുറിച്ചും അവിടുത്തെ കൃഷി രീതികളെ കുറിച്ചും നിങ്ങളെക്കാൾ അറിവുള്ളത് ഞങ്ങൾക്കാണ്. ഇത് പാരമ്പര്യമായി ഞങ്ങൾ ഇവിടെ ചെയ്തിരുന്ന ഒരു തൊഴിലാണ്. അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഇവിടെ താമസിക്കാൻ അനുവദിക്കണം. ഇവിടെ നടക്കുന്ന കൃഷിയിൽ നിന്ന് നിങ്ങളുടെ ഭൂമിയാണല്ലോ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്, നിങ്ങളുടേതാണ്, ഞങ്ങളുടേതല്ല. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചോളാം. ഏത് കരാറിന്റെ അടിസ്ഥാനത്തിൽ? പകുതി നിങ്ങൾക്ക് തരാം. കിട്ടുന്ന ഞങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് പകുതി നിങ്ങൾക്ക് തരാമെന്ന വ്യവസ്ഥയിൽ ഞങ്ങളെ ഇവിടെ തന്നെ കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കണം എന്ന് കീഴടങ്ങിയ യഹൂദികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്ന് അപേക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സഹാബത്തിനോ ഒന്നും ഇവിടെ ഖൈബറിൽ വന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയ കാർഷികമായ വിവരങ്ങളുള്ള ആളുകളോ ഒന്നും ഇല്ല. അപ്പൊ ഈ കൃഷിഭൂമി ഇങ്ങനെ വെറുതെ തരിശായി കിടക്കേണ്ടി വരും. മാത്രമല്ല നബിക്കും സഹാബത്തിനൊക്കെ വേറെ മത ദഅവത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെ എമ്പാടുമുണ്ട്. അതൊക്കെ വിട്ടേച്ചുകൊണ്ട് ഖൈബറിൽ കൃഷി നോക്കാൻ വന്നാൽ ദീന് വളരൂല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ അപേക്ഷ നിരസിച്ചില്ല, അത് അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്ന സഹാബിക്ക് അവിടുത്തെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തു. കൃഷി നടക്കുമ്പോഴൊക്കെ ഓരോ കൊല്ലം പോയി കണക്ക് നോക്കി ആ രൂപത്തിൽ വിഹിതങ്ങൾ വിഹിതിച്ചു വെച്ച് മുസ്ലിമീങ്ങൾക്കുള്ള വിഹിതം വാങ്ങി അവർക്കുള്ള വിഹിതം വിട്ടുകൊടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഒരു സ്വഹാബിയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അങ്ങനെ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഉത്തരവാദിത്തം അങ്ങനെ നോക്കി നടക്കുമ്പോൾ യഹൂദികളല്ലേ അവരുടെ മനസ്സിലൊരു പൂതി, ഇത്ര അങ്ങ് കൊടുക്കണ്ട. അതിന് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് സോപ്പിട്ട് അദ്ദേഹത്തെ ഒന്ന് അനുനയിപ്പിച്ച് അദ്ദേഹത്തെ ഒന്ന് പാട്ടിലാക്കാൻ വേണ്ടി യഹൂദികൾ കുതന്ത്രം പ്രയോഗിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്താ അവർ ചെയ്ത പണി? അവര് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന് കൈക്കൂലി കൊടുത്തു.
കുറെ നല്ല ധാരാളം സമ്പത്തും കാശൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ചൊക്കെ കണ്ണു ചിമ്പിക്കാളി, ഇവിടെ നടക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യണ്ട, അത് കുറച്ചേ ഉള്ളൂ, നിങ്ങൾ കണക്കെഴുതുന്നതാണല്ലോ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയാം, അതുകൊണ്ട് ഒന്ന് കമ്മി വരുത്തണം, ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, നമുക്ക് എന്താ വേണ്ടതെങ്കിൽ ചെയ്യാം എന്ന മട്ടിൽ അതേ കൈക്കൂലി കൊടുക്കാനും അതിനു വേണ്ട രൂപത്തിലുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാനും യഹൂദികൾ തയ്യാറായപ്പോൾ നീതി പഠിച്ചിട്ടുള്ള സഹാബിയായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, യാ അഅദാ അല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുക്കളെ, തുതഇമുനി അസ്സുഹ്ത, നിങ്ങൾ എന്നെ കൊണ്ട് അധർമ്മം തീറ്റിക്കാനാണോ നോക്കുന്നത്, ഹറാം തീറ്റിക്കാൻ നോക്കുകയാണോ? വല്ലാഹി ലഖദ് ജിഅ്തുകും മിൻ ഇൻദി അഹബ്ബിൻ നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. റസൂലാണല്ലോ എന്നെ പറഞ്ഞയച്ചത്. വല അൻതും അബ്ഗദുൻ നാസി ഇലയ്യ മിൻ ഉദ്ദതികും മിനൽ ഖിറദതി വൽ ഖനാസീർ, നിങ്ങൾക്ക് എന്ത് കഴിവും സമ്പത്തുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും എന്റെ കണ്ണിൽ കുരങ്ങന്മാരെക്കാളും പന്നികളെക്കാളും എനിക്ക് വെറുപ്പുള്ളവരാണ് നിങ്ങൾ. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളോടുണ്ട്. എന്നാലും വലാ യഹ്മിലുനി ബുഗ്ളി ഇയ്യാകും, നിങ്ങളോടുള്ള വെറുപ്പ് എന്നെ പ്രേരിപ്പിക്കൂല. വഹുബ്ബി ഇയ്യാഹു, അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനോടുള്ള എന്റെ ഇഷ്ടവും എന്നെ പ്രേരിപ്പിക്കൂല. അലാ അല്ലാ അഅദിലൈക്കും, നിങ്ങളോട് നീതി കാണിക്കുന്നതിന് എനിക്കതൊന്നും തടസ്സമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കൈക്കൂലി തന്ന് മയക്കാൻ നോക്കണ്ട. എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളോടുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ മേൽ ഇല്ലാത്തത് ഞാൻ ചെലുത്തൂല, ചുമത്തുകയില്ല. അള്ളാന്റെ റസൂലിനോടാണ് എനിക്ക് സ്നേഹം എന്നതുകൊണ്ട് നിങ്ങളോട് വെറുപ്പുണ്ടെന്ന നിലക്ക് എന്താണോ നബി തങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞതെങ്കിൽ അതിലപ്പുറം ഞാൻ ചെയ്യൂല. നിങ്ങളോട് വെറുപ്പുണ്ടെന്ന നിലക്ക് കൂടുതൽ ചെയ്യാനോ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടെന്ന നിലക്ക് നിങ്ങളോട് അനീതി കാണിക്കാനോ ഞാൻ തയ്യാറാവുകയില്ല. മഹാനവറുകൾ അവിടെ ജൂതന്മാർക്ക് ഇസ്ലാമിന്റെ നീതി എന്താന്ന് പഠിപ്പിച്ചു കൊടുത്തു. ജൂതന്മാര് പറഞ്ഞു, ഇത് കേട്ടപ്പോ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ, ബിഹാദാ ഖാമത്തിസ് സമാവാതു വൽ അർദ്, ഇത്ര വലിയ നീതിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ആകാശഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത്. യഹൂദി വരെ സമ്മതിക്കേണ്ടി വന്നു, ഇസ്ലാം നീതിയുടെ മതമാണ്, ഇസ്ലാം ഏറ്റവും വലിയ നീതി നടപ്പിലാക്കുന്ന മതമാണ് എന്ന്. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സാക്ഷിയായ സ്ഥലമാണ് ഖൈബർ. ഇതോടനുബന്ധിച്ച് ഖൈബറുമായി ബന്ധപ്പെട്ട 1-2 സംഭവങ്ങൾ കൂടിയുണ്ട് സുഹൃത്തുക്കളെ. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യഹൂദി ഗോത്രത്തിലെ നേതാവിന്റെ ഭാര്യ ഒരു സദ്യ ഒരുക്കുന്നത്. നേതാവിന്റെ ഭാര്യ ഒരു സദ്യ ഒരുക്കുകയാണ്. ആളെ പറഞ്ഞയച്ചു ചോദിപ്പിച്ചു, മുഹമ്മദിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാ മാംസത്തിലെ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതിന്റെ ഇഷ്ടമുള്ള ഭാഗമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തിനാ കൂടുതൽ വിഷം അതുമ്മ പുരട്ടാൻ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖൈബറിലെ യഹൂദ സ്ത്രീ സദ്യയൊരുക്കുകയാണ്. അങ്ങനെ നല്ല വിഭവസമൃദ്ധമായ നിലക്ക് ആടിനെയറുത്ത് മാംസം തയ്യാറാക്കി കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ചോദിച്ചറിഞ്ഞ് അവിടെ നന്നായി വിഷം ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ ഊട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ഷണം സ്വീകരിച്ചു. കൂടെ ചില സഹാബികളുമുണ്ട്. അക്കൂട്ടത്തിൽ അറിയപ്പെട്ട സഹാബിയാണ് ബിശ്ർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അവര് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി. ഭക്ഷണമെടുത്തു വായിലിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചവച്ചരച്ചു. അപ്പോഴേക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വഹയി കിട്ടി, തുപ്പിക്കളഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ചില റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണാം. അവിടുന്ന് പറഞ്ഞു, ഇന്ന ഹാദൽ അലം, ഈ എല്ല് ലയുഖ്ബിറുനി, എന്നോടിതാ പറയുന്നു, അന്നഹു മസ്മൂം, വിഷം പുരട്ടിയിട്ടുണ്ട്, വിഷം പുരട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഹി കിട്ടിയ പാടെ, അതിനെപ്പറ്റിയുള്ള വിവരം കിട്ടിയ പാടെ യഹൂദ സ്ത്രീ മാംസത്തിൽ വിഷം പുരട്ടി കൊടുത്ത മാംസം ചവച്ച് അല്പം നീരിലൊക്കെ കലർന്ന് ഇത്തിരിയൊക്കെ ഒന്നായി അപ്പോഴേക്ക് തുപ്പിക്കളഞ്ഞു. പക്ഷെ അതിന്റെ മുമ്പേ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു എന്ന കൂടെയുള്ള സഹാബി, അദ്ദേഹം ഒരു കഷ്ണം ഇറക്കിയിരുന്നു. അദ്ദേഹം ആ ഒരു മാംസം കഴിച്ചതിന്റെ പേരിൽ മഹാനവറുകൾ ഷഹീദാവുകയുണ്ടായി. അദ്ദേഹം മരണപ്പെട്ടു. അത്ര രൂക്ഷമായ വിഷമായിരുന്നു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടായി. തുപ്പിക്കളഞ്ഞു.
തുപ്പിക്കളഞ്ഞു. ഈ സ്ത്രീയെ കൊണ്ടുവരപ്പെട്ടു. ചോദിച്ചു അവളോട്, എന്തിനാ നീ പണി ചെയ്തത്? എന്തിനാണ് നീ പണി ചെയ്തത്? അതെ, അവൾ പറഞ്ഞു എന്ത്? നിങ്ങളൊരു ശരിയായ പ്രവാചകനാണെങ്കിൽ നിങ്ങൾക്ക് വിവരം കിട്ടുമല്ലോ, ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുള്ള ശല്യം ഞങ്ങൾക്ക് തീരുമല്ലോ എന്ന് അവൾ പറഞ്ഞു. ഇത് വളരെ ഗൂഢമായൊരു തീരുമാനമായിരുന്നു എന്നതിന് വേറെയും തെളിവുകളുണ്ട്. ഈ സംഭവം നടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇജ്മഉ ലീ മൻ കാന ഹാഹുനാ മിനൽ യഹൂദ്, ഇവിടെയുള്ള യഹൂദികളൊക്കെ ഒരുമിച്ച് കൂട്ടൂ, എന്നോട് എൻ്റെ അടുക്കൽ വരാൻ പറയൂ. അങ്ങനെ യഹൂദികളൊക്കെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഹൽ അൻതും സാദിഖൂനി അൻ ഷൈഇൻ ഇൻ സഅൽതുകും അൻഹു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം പറയോ? ഖാലു പറഞ്ഞു, നഅം, പറയാം. അവിടുന്ന് ചോദിച്ചു, ഹൽ ജഅൽതും ഫീ ഹാദിഹി ശാത്തി സുമ്മ, നിങ്ങൾ ഈ ആട്ടിൽ, അതായത് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ ആടുമാംസത്തിൽ വിഷം പുരട്ടിയിട്ടുണ്ടോ? അവർ പറഞ്ഞു, നഅം, അതെ, പുരട്ടിയിട്ടുണ്ട്. മാ ഹമലക്കും അലാ ദാലിക്, എന്താ അങ്ങനെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം. അവർ പറഞ്ഞു, അറദിനാ, ഞങ്ങൾ ഉദ്ദേശിച്ചു, ഇൻ കുൻത കാദിബൻ നസ്തരീഹു മിൻക, നീ കള്ളനാണെങ്കിൽ, വ്യാജവാദിയാണെങ്കിൽ നിന്നെ കൊണ്ടുള്ള ശല്യം ഞങ്ങൾക്ക് തീർന്നല്ലോ. വഇൻ കുൻത നബിയൻ, ഇനി അതല്ല നീ ഒറിജിനൽ നബിയാണെങ്കിലോ, ലം യദുറക, വിഷം നിന്നെ ബാധിക്കൂല, ഉപദ്രവം നിനക്കുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഇങ്ങനെ അള്ളാന്റെ റസൂലിനെ കൊന്നുകളയാൻ ശക്തമായ നിലക്കുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ജൂതസ്ത്രീയായ സൈനബ് എന്ന് പേരുള്ള അവിടെ ഉണ്ടായിരുന്ന ഒരു മുഖ്യ യഹൂദിയുടെ ഭാര്യയാണ് സൈനബ്. ആ സൈനബാണ് ഈ സദ്യ ഒരുക്കുകയും ഈ പ്രവർത്തനം ചെയ്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അങ്ങനെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇതിന്റെ ചില ബാധകളൊക്കെ ഉണ്ടായി എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് അന്ത്യശ്വാസം വലിച്ചു തീർത്തത്. ഈ ലോകത്തോട് വിട പറഞ്ഞ ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ അവസരത്തിൽ അവിടുന്ന് പറഞ്ഞിരുന്നു, അതേ യാ ആയിഷ, ആയിഷ, മാ അസാലു അജിദു അലമത് തആമില്ലദീ അകൽതു ബിഖൈബറ, ഖൈബറിൽ വെച്ച് ഞാൻ കഴിച്ച ആ ഭക്ഷണത്തിന്റെ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു ആയിഷ. ഫഹാദാ അവാനു വജത്തും ഖിതാഅ അബ്ഹരി മിൻ ദാലിക സുമ്മി, അന്ന് എനിക്ക് ഏറ്റിട്ടുള്ള വിഷം കാരണത്താൽ എന്റെ ജീവനാഡീതാ പൊട്ടിപ്പോകുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അത്ര വേദന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു ആ വിഷത്തിന്റെ പേരിൽ. അതുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണാം, അല്ലാഹുവിന്റെ റസൂലിന് ഷഹാദത്തിന്റെ കൂലിയും കൂടി ഉണ്ട്, ഒരു ഷഹീദിന്റെ പ്രതിഫലവും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ട് എന്ന് ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണാം. കാരണം അന്ന് ആ കൊടുത്ത വിഷത്തിന്റെ ഒരു ചെറിയൊരു ബാധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കുറെ കാലം ഉണ്ടായി എന്നും അത് അവിടുത്തെ ശരീരത്തിൽ വായി തുറക്കുമ്പോ ഒരു കറുത്ത പാടായിട്ട്, ഒരു കറുത്ത അടയാളായിട്ട് ആ വിഷത്തിന്റെ കറുപ്പ് അവിടുത്തെ വായിൽ പലപ്പോഴും മണ്ണാക്കിന്റെ ഭാഗത്തൊക്കെ പലപ്പോഴും കാണാറുണ്ടായിരുന്നു എന്ന് വരെ സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിലൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ നശിപ്പിക്കാൻ വേണ്ടി യഹൂദികൾ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാഗത്ത് മധ്യസ്ഥനായിട്ടൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചുമരിന്റെ ഭാഗത്ത് ഇരിക്കാനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്ത് ഇരുത്തി മതിലിന്റെ മുകളിൽ കയറി വലിയ ആസുകല്ല്, പാറക്കല്ല് തലയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവനാ യഹൂദി. അവിടെ ഇരിക്കുമ്പോഴേക്ക് അള്ളാന്റെ റസൂലിന് അള്ളാഹ് വിവരം കൊടുത്തു, നബിയേ ദാ കൊല്ലാൻ പ്ലാൻ ഉണ്ട്, എഴുന്നേറ്റോളണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം, അല്ലാഹു യഅസിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു താങ്കളെ കാത്തുരക്ഷിക്കും. അല്ലാഹുവിന്റെ ആ പ്രഖ്യാപനം, അല്ലാഹുവിന്റെ ആ പ്രത്യേകമായ വാഗ്ദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായി. എന്നാലും ഇതിന്റെ ചില അംശങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ അലോസരമുണ്ടാക്കിയിരുന്നു എന്നാണ് സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഒരുപാട് ആളുകളെ ബന്ദിയായി പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ഒരു യഹൂദി സ്ത്രീയായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹാ. ഹുയയ്യ് എന്ന് പറയുന്ന യഹൂദി നേതാവിന്റെ മകളായ സഫിയ റളിയല്ലാഹു അൻഹാ, അവരെ ഈ യുദ്ധത്തിൽ ബന്ദിയായി പിടിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എന്ത് ചെയ്തു? അടിമയാണല്ലോ അവരിപ്പോ,
അവരെ മോചിപ്പിച്ചു, മോചനമൂല്യം നൽകി. ആ മോചനമൂല്യം വെറും മോചനമൂല്യം നൽകലായിരുന്നില്ല, മഹ്ർ കൂടിയായിരുന്നു. അവരെ വിവാഹം കഴിച്ചു. ഖൈബറുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലാണ്, സംഭവത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയതമയായിക്കൊണ്ട് സഫിയ റളിയല്ലാഹു അൻഹ എന്ന ജൂത സ്ത്രീ അവർ മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ അവരെ എത്തുക്ക് ചൊല്ലി മോചിപ്പിച്ചു, ഭാര്യയായി സ്വീകരിച്ചു. അതെ, നമ്മുടെ ഉമ്മയായി സഫിയ റളിയല്ലാഹു തആല അൻഹ ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മമാരുടെ പദവിയിലേക്ക് അവരെത്തിയത് ഈ ഖൈബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവത്തിലായിരുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഖൈബർ വിജയിച്ചടക്കി എന്ന വാർത്ത പരിസരങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എത്തിയപ്പോൾ കുറച്ചപ്പുറത്തുള്ള ഫദക്ക് എന്ന പ്രദേശമുണ്ട്, തൈമ എന്ന പ്രദേശമുണ്ട്, വാദിൽ ഖുറ എന്ന പ്രദേശമുണ്ട്. അവിടെയൊക്കെ ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു ജൂത പ്രദേശങ്ങളൊക്കെ മുസ്ലിമീങ്ങൾക്ക് കീഴടങ്ങി. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചില്ലേ, ഹുദൈബിയ കരാർ എഴുതുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത വിഷമായിരുന്നു. നമ്മൾ ആകെ കൂടി പരാജയപ്പെട്ടല്ലോ. പക്ഷേ ആ ഒരു കരാറിന്റെ ഫലമായിട്ടാണ് ലോകത്ത് പല ഭാഗങ്ങളിലും അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഒരു വർഷം തികയുമ്പോഴേക്ക് തന്നെ ശക്തമായ നിലയ്ക്ക് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. ഇസ്ലാമിന് വമ്പിച്ച വിജയം അതിലൂടെ ഉണ്ടായി. ഇതിൽ നടന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ പാഠമായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ ഖൈബറിൽ പങ്കെടുത്തപ്പോൾ കൂട്ടത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അയാൾ മുസ്ലിമാണെന്നും കൃത്യമായി ഒരു മുസ്ലിമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നയാളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിനുണ്ടായിരുന്ന ഒരാളെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദാ മിൻ അഹ്ലിന്നാർ, ഹാദാ മിൻ അഹ്ലിന്നാർ, ഇയാൾ നരകക്കാരനാണ്, ഇയാൾ നരകാവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു. അപ്പോ ഫലമ്മാ ഹദറൽ ഖിതാലു, അങ്ങനെ യുദ്ധത്തിന്റെ സമയമായപ്പോൾ, പോരാട്ടത്തിന്റെ സമയമായപ്പോൾ, ഖാതല റജുലു അശദ്ദൽ ഖിതാലി, ഈ മനുഷ്യൻ ശക്തമായി പോരാടാൻ തുടങ്ങി. ഹത്താ കസറത് ബിഹിൽ ജിറാഹ, അയാളുടെ ശരീരത്തിൽ മുറിവുകൾ വർദ്ധിച്ചു. ഫകാദ ബഅദുൻ നാസി യർതാബു, ആളുകൾക്കൊക്കെ സംശയമായി, എന്തേ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനത്തെ മുറിവ് പറ്റിയ ആളെ കുറിച്ചാണല്ലോ ഇപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ ആളുകൾക്ക് സംശയമായി. ഫവജദ റജുലു അലമൽ ജിറാഹ, ദേഹത്തിന്റെ വേദന അയാൾക്ക് സഹിക്കാതെയായി. ഫഹുവാ ബിയദിഹി ഇലാ കിനാനതിഹി, അദ്ദേഹത്തിന്റെ അമ്പുറയിൽ നിന്ന് ഒരു അമ്പ് അദ്ദേഹം പുറത്തെടുത്തിട്ട് ഫനഹറ ബിഹാ നഫ്സഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുത്തി സ്വന്തം തന്നെ അങ്ങ് അറുത്ത് അയാൾ അങ്ങ് ജീവൻ കളഞ്ഞു. വേറെയും ഒരു സംഭവം ഉണ്ട്, അത് ഇതല്ല, വേറെയും ഒരു സംഭവം. ഇത് അമ്പെടുത്ത് മറ്റേ വാള് വെച്ചതിലേക്ക് കടന്നുണ്ട്. ഇത് ഖൈബറുമായി ബന്ധപ്പെട്ട് ഇത് വേറൊരു സംഭവം പറയാണ്. അങ്ങനെ ഈ മനുഷ്യൻ ശക്തമായ നിലക്ക് വെട്ടും കുത്തുമൊക്കെ നടത്തിയിരുന്നയാൾ ആത്മഹത്യ ചെയ്തു. ഫസ്തദ്ദരിജാലും മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾ നെട്ടോട്ടമോടി ഓടിച്ചെന്ന് ഫഖാലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സദ്ദഖല്ലാഹു ഹദീസക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ വർത്തമാനത്തെ അല്ലാഹു സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇൻതഹറ ഫുലാനുൻ, ഇൻതഹറ ഫുലാൻ, ഇന്നാലിന്ന വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അയാൾ സ്വയം തന്നെ അയാളെ തന്നെ കൊന്നിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബിയോട് പറഞ്ഞു, ഖും, എഴുന്നേറ്റ് ചെല്ല് യാ ഫുലാൻ. ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ചു പറയൂ സഹാബിമാർക്കിടയിൽ, ഫഅദ്ദിൻ, വിളിച്ചു പറയൂ, എല്ലാവരോടും വിളിച്ചു പറയൂ. എന്താ വിളിച്ചു പറയേണ്ടത്? അന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, മുഅ്മിനായ മനുഷ്യനല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്ന് വിളിച്ചു പറയൂ. ഇന്നല്ലാഹ, ഒരു കാര്യം കൂടെ വിളിച്ചു പറയാൻ പറഞ്ഞു, ഇന്നല്ലാഹ യുഅയ്യിദുദ്ദീന ബിർറജുലിൽ ഫാജിർ, അല്ലാഹു തആല ചിലപ്പോ അവന്റെ ദീനിനെ ശക്തിപ്പെടുത്തും, തെമ്മാടിയായ മനുഷ്യനെ കൊണ്ടും അല്ലാഹു ചിലപ്പോ ദീന് ശക്തിപ്പെടുത്തും. ഇയാൾ ഇത്രയും പോരാടിയില്ലേ, ഇത്രയും അതേ ഒരുപാട് സേവനങ്ങൾ ചെയ്തില്ലേ, പക്ഷെ അവസാനം ഇങ്ങനെയാണ് പോയതെങ്കിലും ചില ഫാജിറുകളെ കൊണ്ടും അല്ലാഹു അവന്റെ ദീനിനെ ശക്തിപ്പെടുത്തും എന്ന കാര്യം കൂടി വിളിച്ചു പറഞ്ഞേക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ ഒരാളോട് പ്രത്യേകമായി കൽപ്പന കൊടുക്കുന്നു, ഓർഡർ കൊടുക്കുന്നു. ഈ സംഭവങ്ങൾ അത്രയും സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. ഇസ്ലാമിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും
പറയുകയും എഴുതുകയും നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവസാനം അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. നല്ല പേടി വേണം, നല്ല ഭയം വേണം. എങ്ങനെയാ മരിക്കാന്നറിയില്ല, എങ്ങനെയാ അവസാനിക്കാന്നറിയൂല. അതുകൊണ്ടാണ് എപ്പോഴും അല്ലാഹുവിനോട് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിനെ അനുസരിച്ചുകൊണ്ട് യഥാർത്ഥമായ രൂപത്തിൽ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹുവേ എന്ന് ഹൃദയങ്ങളെങ്ങനെ അടിക്കടി മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് 17 തവണ നിർബന്ധമായും നിർബന്ധ നിസ്കാരങ്ങളിലൂടെ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു. അതേ ആ നിലക്ക് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ നേർവഴിയിലാക്കിയതിന്റെ ശേഷം നീ ഞങ്ങളെ ഖൽബുകളെ തെറ്റിച്ച് കളയല്ല റബ്ബേ എന്ന പ്രാർത്ഥന. ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ. അതുപോലെ തന്നെ തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സദ്വൃത്തരുടെ കൂടെ നാളെ പരലോകത്ത് ചെന്നു ചേരാൻ അവരുടെ കൂടെ എന്നെ നീ ചേർക്കണമേ അല്ലാഹ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അതിന്റെയൊക്കെ മാഹാത്മ്യം, അതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രസക്തിയൊക്കെ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. എത്രത്തോളം പോരാടിയ ഒരാൾ അവസാനം ഇങ്ങനെ അഹ്ലുന്നാറായി മാറുകയാണ് എന്ന് ഗൗരവത്തോടെ നമ്മൾ പാഠമായി ഉൾക്കൊള്ളുക. സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങൾ ഖൈബറുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം അറിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പകർത്താനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഖൈബറും നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വവും അവിടുത്തെ നീതിബോധവും ലോകത്തിന്റെ മുമ്പിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട സംഭവം കൂടിയാണ് ഖൈബർ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഴിത്താരെ അനുഗമിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനകളോട് ധിക്കാരം കാണിക്കുന്ന ധിക്കാരികളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഇഹ്ഫദ് ദൗലത്തൽ ഇമാറാത്ത് മിനൽ ഫിതനി മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക أنت السميع العليم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.